അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് കണ്ടോ? സാധാ പച്ചവെള്ളത്തിൽ നമ്മൾ ഇട്ട പാക്കിൻ്റെ 10 മിനിറ്റ് കൊണ്ട് കിട്ടിയ റിസൾട്ടാണിത്. മുഖമൊക്കെ നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു. ആ സ്ക്രബിങ് കൂടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഫേസ് പാക്കാണ്. അതും നമ്മുടെ ഈ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. മുഖത്തെ ഡെഡ് സ്കിന്ന് പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ലൊരു ഗ്ലോയും കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കാണ്. രണ്ട് സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്യാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 2 രൂപയുടെ കാപ്പിപ്പൊടിയുടെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് ആദ്യം സ്ക്രബിങ് ചെയ്യാം കേട്ടോ. സ്ക്രബിങ് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് റോസ് വാട്ടറിൽ ചെയ്യാം. അലോവേരയുടെ ജെല്ലെടുത്തിട്ട്, വീട്ടിലുള്ള അലോവേരയുടെ ജെല്ലെടുത്തിട്ട് അതിൽ കൂടെ നമുക്ക് സ്ക്രബിങ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 2 സാധനങ്ങൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ പച്ചവെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒരു സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്ന് പോയി കിട്ടാനൊക്കെയാണ്. അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു കുറച്ച് വേണ്ടു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 രൂപയുടെ പാക്കറ്റ് വേണ്ടു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടായാലും നമുക്ക് നല്ലൊരു പാക്കും നമ്മുടെ മുഖം പെട്ടെന്ന് നല്ലൊരു തിളക്കത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളിവിടെ പഞ്ചസാര പൊടിച്ചതാണ്, കല്ലം പഞ്ചസാര എടുക്കരുത്. അത് മുഖത്ത് കോറൽ വരുത്താനായിട്ട് ദോഷം ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ സാധാ പച്ചവെള്ളമാണ് നമ്മളിവിടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറിലായാലും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് മാത്രം ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഒരു പാക്കും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അതാണ് അതും കൂടി ഇടാനായിട്ട് പറഞ്ഞത്. വല്ലാണ്ട് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെ കൂടുകയാണെങ്കിൽ തന്നെ ഇത്തിരി കാപ്പിപ്പൊടി ഇട്ട് സെറ്റാക്കിയാൽ മതി. കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിന് യാതൊരു ദോഷം വരാത്തൊരു കാര്യമാണ് കേട്ടോ. കണ്ടോ? ഇതെടുത്തിട്ട് വല്ലാണ്ട് അലിയാൻ നിൽക്കരുത്. അപ്പം തന്നെ നമുക്കിങ്ങനെ തേച്ച് കൊടുത്താലാണ് നമുക്ക് ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. കണ്ടോ? ഇതേപോലെ റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. കുറേ നാൾ കൂടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പാക്ക് ഇടുമ്പോൾ ഞാൻ ഈ സ്ക്രബിങ് നമ്മൾ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു പാക്ക് ഇട്ടെങ്കിൽ ആ ഒരു സ്ക്രബിങ് ഞാൻ ചെയ്യാൻ പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടേ നമുക്കിത് സ്ക്രബിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. എപ്പോഴും നമ്മൾ സ്ക്രബിങ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ പാക്ക് ഇടാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നല്ല കിടു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചവെള്ളം ആയാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേച്ചുറലായിട്ട് പാക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പാലും തൈരൊന്നും ചില ആൾക്കാർക്ക് പറ്റൂല, അപ്പോൾ അവരുടെ സ്കിന്നിന് പറ്റൂല. അപ്പോൾ അവർക്ക് റോസ് വാട്ടറിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണ ആ ഒരു പ്രൊസീജിയർ മാത്രം മതി. വേറെ കൂടുതൽ നമ്മൾ എക്സ്ട്രാ ചെയ്യണമെന്നില്ല. പിന്നെ നമുക്കൊന്നും കൂടി ഒരു ഇത് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടി നമ്മൾ പഞ്ചസാര പൊടിച്ചത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആക്കാം, ഡിപ്പ് ചെയ്യുക. അപ്പം തന്നെ നമ്മൾ മുഖത്തൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഉണ്ടോ? അപ്പോൾ ആ ഒരു നമുക്കിത് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് വേണ്ട. അപ്പോൾ നമ്മുടെ മുഖത്ത് കംപ്ലീറ്റ് ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ ഈ മീശയുടെ ഭാഗത്തൊക്കെയാണോ ഈ താടിയുടെ ഭാഗത്തൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ താരനൊക്കെ വന്നിട്ട് ഇങ്ങനെ കുരുകുരുന്ന് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം അടിപൊളിയാണ് കേട്ടോ. എന്നാൽ നെറ്റിമിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ സാധനമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വലിയാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പം തന്നെ ഇത് തുടച്ചുകൊണ്ട് എടുക്കാം കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുഖത്ത് വന്ന ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
കണ്ടോ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഒരു പാക്കും കൂടി മാത്രമേ നമ്മുടെ മുഖത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധാ പച്ചവെള്ളത്തിലല്ല ഇത് ചെയ്യണ്ടു. അപ്പോൾ കാപ്പി തിളപ്പിക്കുമ്പോഴായാലും ഇച്ചിരി മാറ്റി വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെയുണ്ട്? ഇനി നമ്മളൊരു സിമ്പിളൊരു പാക്ക് ഇടാൻ പോകാം കേട്ടോ. നമ്മൾ ബാക്കിയുള്ള കാപ്പിപ്പൊടി നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രബിങ്ങിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് കളയൊന്നും വേണ്ട, അതതിൽ കിടന്നോട്ടെ, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിലോട്ട് നമ്മൾ കടലമാവും കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ. അതും ഇച്ചിരി കോളം തന്നെ മതി കേട്ടോ, നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. കഴുത്തിലും നമ്മൾ കൈമിലേക്കൊക്കെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം എടുക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം മതി കേട്ടോ. ഇതിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പച്ചവെള്ളത്തിലാണ് കേട്ടോ. ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇച്ചിരി ഗോളം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്കിത് നമ്മുടെ ഈ ഒരു പാക്കും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം ഇത് മുഖത്തിട്ട് ഒന്ന് വലിയനോട് കൂടിയിട്ട് കഴുകി കളയാൻ വേണ്ടു കേട്ടോ. ഈ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്ന കടലമാവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ കാപ്പിപ്പൊടി നൈസാണ്, കടലമാവും നൈസാണ്. അപ്പോൾ അത് സാധാ വെള്ളത്തിൽ പച്ച വെള്ളത്തിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ കോളർ പോലത്തെ ഇത് ഇട്ടിട്ടോ അല്ലെങ്കിൽ കഴുത്തിലേക്കും കൂടി നിങ്ങൾ ഇടണം. അപ്പോഴാണ് നമുക്ക് കഴുത്തിനും മുഖത്തിനും ഒരേ കളർ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക. വല്ലാണ്ടൊന്നും അമർത്തേണ്ട കാര്യമില്ല, ചെറിയ രീതിയിൽ. ഇവിടെയൊക്കെ വളരെ സോഫ്റ്റ് സ്കിന്നാണ്, അപ്പോൾ ചെറിയ രീതിയിലാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത് കേട്ടോ. ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ചുളിച്ചിലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ, സ്മൂത്തായിട്ടുള്ള പാക്കൊക്കെ ഇടുമ്പോൾ നമ്മളൊരു നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം ഇച്ചിരി ഗോളം കൂടി ബാക്കിയുണ്ട്, 2 പ്രാവശ്യം ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഇച്ചിരി സമയം നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മുഖമൊക്കെ നേച്ചുറലായിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.